നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രോണോക്സ് ലാബ് സയൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ പല പ്രാവശ്യം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാഞ്ചാടിയെങ്കിൽ പോലും ഇനി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ വരുന്ന സമയമാണ്. അതിനുശേഷം മാർക്കറ്റ് തീർച്ചയായിട്ടും വീണ്ടും പഴയ ഉയരങ്ങളിലേക്ക് തന്നെ കുതിച്ച് തിരിച്ചെത്തും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനിടയിൽ ക്രോണോക്സ് ലാബ് സയൻസ് ലിമിറ്റഡ് എന്നുള്ള ഈ ഒരു IPO വന്നിരിക്കുന്നത് ആ സമയത്താണ്. എന്തായാലും 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. വെറും 130.15 കോടി രൂപ മാത്രമാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിൽ എന്നുള്ള നിലയിലാണ് ഇവർ അത്രയും ഫണ്ട് സ്വരൂപിക്കുന്നത്. അതായത് പ്രൊമോട്ടേഴ്സ് ഓഹരികൾ കുറച്ച് വിറ്റഴിച്ചിട്ട് ഫണ്ട് സ്വരൂപിക്കുകയാണ്. അതായത് ഒരു ഹൈ പ്യൂരിറ്റി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു കമ്പനിയാണിത്. ഇവർ ചില പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ അവർ ഒരു വെർച്വൽ മൊണോപ്പൊളി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് അതിൻ്റെ ചില പ്രോഡക്റ്റുകളുടെ പരിപൂർണമായ നിയന്ത്രണം കമ്പനിയുടെ കയ്യിൽ തന്നെയാണ്. ഗുജറാത്ത് ബേസ്ഡ് ആണ് ഈ കമ്പനി. അപ്പോൾ ഈ ക്രോണോക്സ് ലാബ് സയൻസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ക്രോണോക്സ് ലാബ് സയൻസ് ലിമിറ്റഡ് എന്ന ഈ ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ പ്യൂരിറ്റി സ്പെഷ്യാലിറ്റി ഫൈൻ കെമിക്കൽസിൻ്റെ പ്രൊഡ്യൂസറാണ്. ഈ കമ്പനി 185ഓളം പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കെമിക്കലുകൾ ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, അസറ്റൈറ്റ്, ക്ലോറൈഡ്, സിട്രേറ്റ്, നൈട്രേറ്റ്, കാർബണേറ്റ്സ് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രോഡക്റ്റുകളാണ് ഈ 185ൽ പെടുന്നത്. കമ്പനി വഡോദരയിലാണ്, ഗുജറാത്തിൽ. കെമിക്കൽസ് മാനുഫാക്ചറിങ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് ക്രോണോക്സ് എന്ന് പറയുന്നത്. അവർ ഇന്ത്യയിലെ അവരുടെ ക്ലയൻസിന് സപ്ലൈ ചെയ്യുന്നത് കൂടാതെ 20ഓളം വിദേശ രാജ്യങ്ങളിലേക്കും അവരുടെ പ്രോഡക്ട്സ് കയറ്റി അയക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇവരുടെ കസ്റ്റമേഴ്സ് ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അർജൻറ്റീന, മെക്സിക്കോ, ഓസ്ട്രേലിയ, ഈജിപ്റ്റ്, സ്പെയിൻ, ടർക്കി, UK, ബെൽജിയം, UAE, ചൈന തുടങ്ങിയിട്ടുള്ള 20ഓളം രാജ്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഫാർമസ്യൂട്ടിക്കൽ അല്ലാത്ത കെമിക്കൽസിൻ്റെ ഇമ്പോർട്ടിൽ 5-ാം സ്ഥാനത്താണ് ഈ കമ്പനി ഉള്ളത്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ 11-ാം സ്ഥാനമുണ്ട് ക്രോണോക്സ് ലാബ് സയൻസിന്. ക്രോണോക്സിന് ഗുജറാത്തിൽ 3 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണുള്ളത്. എല്ലാം തന്നെ തുറമുഖങ്ങൾക്ക് അടുത്ത് തന്നെയാണ്. അതായത് മുന്ദ്ര, കണ്ട്ല, ഹസീറ തുടങ്ങിയിട്ടുള്ള സീപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ 3 യൂണിറ്റുകളിലുമായിട്ട് അവരുടെ വാർഷിക ഉൽപ്പാദനം 7242 ടണ്ണോളം വരും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കെമിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏകദേശം 60ഓളം ജീവനക്കാരും അതോടൊപ്പം തന്നെ നിരവധി ട്രെയിനികളും കോൺട്രാക്ട് ലേബേഴ്സും എല്ലാം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ക്രോണോക്സിൻ്റെ വലിയ ചില ക്ലയൻസിൻ്റെ പേരുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സനോഫി, ഡേവിസ്, മാൻകൈൻ ഫാർമ, ലുപിൻ ലാബ്, പിന്നെ ഡോക്ടർ റെഡ്ഡീസ്, സൺ ഫാർമ, സൈഡസ് തുടങ്ങിയിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ക്രോണോക്സ് ലാബ് സയൻസിൻ്റെ ക്ലയൻസാണ്. നമുക്കറിയാം 130.15 കോടി രൂപ ഓഫർ ഫോർ സെയിൽ വഴിയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ പ്രൊമോട്ടേഴ്സും ഇപ്പോഴത്തെ ചില ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്നു എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 99.98% ഓഹരികളുമുണ്ട്. അപ്പോൾ അവർ 74.21% മാറുകയാണ് ഇത് വിറ്റഴിക്കുന്ന വഴി. അതായത് ഏകദേശം 25.77% ഇവർ വിറ്റഴിക്കുന്നത്. അതായത് 95.7 ലക്ഷം ഓഹരികളാണ് ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്നത്. അതിൽ പ്രധാനികൾ ജോഗീന്ദർ സിംഗ് ജസ്വാൾ, കേതൻ രമണി, പ്രീതേഷ് രമണി തുടങ്ങിയവരാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇനി ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഓഹരികൾ വിറ്റഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓഫർ ഫോർ സെയിൽ സാധാരണ നിലയിൽ
അവർക്ക് ഫണ്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ലിസ്റ്റഡ് കമ്പനി എന്നുള്ള സ്റ്റാൻഡേർഡിലേക്ക് കമ്പനിയെ മാറ്റുന്നതിനും കൂടുതൽ പബ്ലിസിറ്റിയും വിസിബിലിറ്റിയും എല്ലാം കമ്പനിക്ക് കിട്ടുന്നതിനും ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡ് മാർക്കറ്റ് ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇഷ്യൂ നടത്തുന്നത്. ക്രോണോക്സിൻ്റെ EPS ഇഷ്യൂവിന് മുമ്പ് 4.48 ആണ്, PE 28.8, 30.36, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 37.19% ആണ്, NAV 12.04 പെർ ഷെയർ. ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തത്വചിന്തൻ ഫാർമ, പിന്നെ താൻഫാക് ഇൻഡസ്ട്രീസ്, നിയോജൻ കെമിക്കൽസ്, സിഗാഷി ഇൻഡസ്ട്രീസ്, DMCC സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഇതെല്ലാമാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ. പക്ഷേ ഒന്നിനൊന്ന് നമുക്ക് നേരിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത കമ്പനികൾ തന്നെയാണ് ഇതെല്ലാം തന്നെ. ഇനി നമുക്ക് ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ പാൻഡോമത്ത് ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഏക ലീഡ് മാനേജർ എന്ന് പറയുന്നത്. പിന്നെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ മികച്ച ഫിനാൻഷ്യൽ കണക്കുകളാണ് കമ്പനി തന്നിരിക്കുന്നത്. റവന്യൂ നോക്കുകയാണെങ്കിൽ 2021 63.24 കോടി രൂപയായിരുന്നു ഇതിൻ്റെ റവന്യൂ. അടുത്ത വർഷം അത് 83.34 കോടിയായി. 2023 97.5 കോടിയിലേക്ക് അത് വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവസാനം കാണുന്ന കോളം ഇപ്പോഴത്തെ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ കണക്കുകളാണ്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, അറ്റാദായം നോക്കുകയാണെങ്കിൽ 9.73 കോടി രൂപയാണ് 2021 അടുത്ത വർഷം 13.63 എന്നും 2023 16.62 എന്നും 16.62 കോടി എന്നും കാണിക്കുന്നുണ്ട്. അതായത് 2022 നിന്ന് 2023 വരുമ്പോൾ റവന്യൂവിൽ ഒരു 17% വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാദായത്തിൽ ലാഭത്തിൽ 21.94% വർധനവും കമ്പനി കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു മികച്ച ലെവലിലുള്ളൊരു കണക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോണോക്സ് ലാബ് സയൻസിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. IPO 3-ാം തീയതി ഓപ്പൺ ചെയ്തിട്ട് ജൂൺ 5-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 129 രൂപ മുതൽ 136 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏണിങ്സ് ചോദിക്കുമ്പോൾ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ഓഹരിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെ വിൽപ്പനയ്ക്കില്ല. ഓഫർ ഫോർ സെയിലായിട്ട് 95.7 ലക്ഷം ഓഹരികളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അത് പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് 130.15 കോടി രൂപയ്ക്കുള്ളതാണ് അതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. മിനിമം അപ്ലൈ ചെയ്യേണ്ടത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 110 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർ 14 ലോട്ട് മുതൽ 16 ലോട്ട് വരെയും, ബിഗ് HNI കാറ്റഗറിയിലാണെങ്കിൽ 67 ലോട്ടുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫേസ് വാല്യൂ ഇതിൻ്റേത് 10 രൂപയാണ് ഒരു ഓഹരിക്ക്. 35% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് കമ്പനി നൽകുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 6-ാം തീയതി ആയിരിക്കും മിക്കവാറും. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ജൂൺ 10-ാം തീയതി ആയിരിക്കും ഇവരുടെ ലിസ്റ്റിംഗ് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ പ്യൂരിറ്റി സ്പെഷ്യാലിറ്റി കെമിക്കൽ സെഗ്മെൻറ്റിൽപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രോഡക്റ്റുകളിൽ പലതും ഒരു മൊണോപ്പൊളിയാണ് എന്ന് തന്നെ, കമ്പനിക്ക് മൊണോപ്പൊളിയാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ ബോട്ടം സൈഡും ടോപ്പ് സൈഡും ടോപ്പ് ലൈനും നോക്കുകയാണെങ്കിൽ, അതായത് റവന്യൂവും അതിൻ്റെ അറ്റാദായവും നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു സ്റ്റഡി ഗ്രോത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഓഹരി തന്നെയാണ്. അത് ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ക്രോണോ ലാബ് സയൻസിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.